സ്വകാര്യ മേഖലയിലെ നഴ്സസിന്റെ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതുവരെ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം തുടർ തീരുമാനമെടുക്കുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. മേഘ്ന മുരളിയാണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മേഘ്ന, 28,000 രൂപയായി അടിസ്ഥാന ശമ്പളം ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം വരാനിരിക്കെയാണ് ഈ ഒരു തീരുമാനം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിലപാടിൽ മാറ്റമില്ല. 40,000 എന്ന അടിസ്ഥാന ശമ്പളത്തിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണല്ലോ ഉന്നയിക്കുന്നത്. ക്രിസ്tina, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അത് ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്നും 28,000 രൂപയാക്കി ശമ്പളം ഉയർത്തുമെന്നുള്ളൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രത്യേക അലവൻസും അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ 30,000 വരെ ഈ ശമ്പളം എത്താമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ വരുന്നത്. പക്ഷേ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രതികരിക്കുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ സമരാവശ്യം എന്ന് പറയുന്നത് അതല്ല, അല്ലെങ്കിൽ 28,000 അല്ല എന്നുള്ളതാണ്. 40,000 രൂപയാക്കി ശമ്പളം വർദ്ധിപ്പിക്കണം, അതുവരെ സമരം തുടരുമെന്നുള്ളതാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പറയുകയും ചെയ്യുന്നത്. 28,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങാൻ ഇരിക്കെയാണ് ഈ തീരുമാനവും വരുന്നത്. അതിൽ ഇന്ന് കോഴിക്കോട് വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേരും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ തുടർ തീരുമാനം എന്താണ് എന്നുള്ളത് അറിയിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം എന്ന് പറയുന്നത് 800-ലധികം കിടക്കകളുള്ള ആശുപത്രികളിൽ 40,000 വരെ ആക്കാം, അല്ലെങ്കിൽ 28,000 വരെയാണ് അടിസ്ഥാന ശമ്പളം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തീരുമാനം. അതിന് 60 ദിവസം വരെ ഒരു കരട് വിജ്ഞാപനമായിട്ടാണ് ഇത് ഇറക്കുക. അതിനുശേഷം 60 ദിവസം വരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റുകൾ ഈ ഒരു ശമ്പള വർധനവിനെ അടക്കം അംഗീകരിക്കാനിടയില്ല എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ വസ്തുത കൂടി മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സമരം തുടരുമെന്നുള്ള കാര്യം നഴ്സുമാരുടെ സംഘടന പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.